അടങ്ങിയിരിക്കാൻ കിം ജോങ് ഉൻ തയ്യാറല്ല. പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും വിറപ്പിക്കുകയാണ് ഉത്തര കൊറിയ. 1500 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് കടലിൽ പതിച്ച ഉത്തര കൊറിയയുടെ പുതിയ ഭൂഖണ്ഡാന്തര മിസൈലുകളെ എല്ലാവരും ഭയക്കണം. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന സാങ്കേതികവിദ്യ ഉത്തര കൊറിയയുടെ കയ്യിലേക്കെത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്കലാപ്പുണ്ടാകുക വളരെ സ്വാഭാവികം തന്നെയാണ്. നമുക്ക് നോക്കാം കിമ്മിന്റെ പുതിയ പദ്ധതി എന്താണെന്ന്. രാഷ്ട്രീയ അസ്ഥിരതയിൽ വീർപ്പുമുട്ടുന്ന ദക്ഷിണ കൊറിയയെ തകർക്കാൻ പുതിയ മിസൈലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദക്ഷിണ കൊറിയ സന്ദർശന വേളയിൽ തന്നെ ഉത്തര കൊറിയ തൊടുത്തുവിട്ട മിസൈൽ അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പായിട്ടാണ് ലോകം ഈ പരീക്ഷണത്തെ വിലയിരുത്തുന്നത് പോലും. ഈ ആഴ്ച പരീക്ഷിച്ച പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനം രാജ്യത്തിന്റെ പസഫിക് എതിരാളികളെ തടയാൻ സഹായിക്കുമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പറയുമ്പോൾ ഉന്നം വെക്കുന്നത് ദക്ഷിണ കൊറിയയും അതുപോലെ തന്നെ അമേരിക്കയുമാണെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാമല്ലോ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ഉത്തര കൊറിയ വിജയം നേടിയിരിക്കുകയാണ്. ആണവായുധങ്ങൾ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മിസൈൽ ആണിതെന്നാണ് രാജ്യാന്തര വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ 1500 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വടക്കുകിഴക്കൻ കടലിൽ പതിക്കുകയായിരുന്നു. 2025 ഉത്തര കൊറിയ നടത്തുന്ന ആദ്യത്തെ മിസൈൽ പരീക്ഷണമാണിത്. ഈ മിസൈൽ പരീക്ഷണത്തോടെ കൊറിയൻ പെനിൻസുലയിൽ വീണ്ടും സംഘർഷാവസ്ഥ സംജാതമായിരിക്കുന്നു. 2 മാസം മുൻപാണ് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദക്ഷിണ കൊറിയ സന്ദർശനത്തിനിടെയാണ് ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം നടക്കുന്നത്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ആന്റണി ബ്ലിങ്കൻ ദക്ഷിണ കൊറിയ സന്ദർശനം നടത്തുന്നത്. റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് 2 ആഴ്ച മുൻപാണ് ഉത്തര കൊറിയയുടെ ഈ മിസൈൽ പ്രകടനം. കൊറിയൻ പെനിൻസുലയിൽ വർഷങ്ങളായി ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. തങ്ങളുടെ ശത്രുക്കളെന്ന് കരുതുന്ന ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും അമേരിക്കയെയും അലോസരപ്പെടുത്താൻ ഉത്തര കൊറിയ നിരന്തരം മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയുണ്ടെങ്കിൽ ആക്രമിക്കുമെന്ന് ഉത്തര കൊറിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പൂർണ്ണ പിന്തുണ നൽകുന്ന ഉത്തര കൊറിയയെ തന്റെ 2ാം വരവിൽ എന്തായാലും പാട്ടിലാക്കുമെന്ന് ട്രംപ് കരുതിയിരുന്നു. എന്നാൽ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് കേവലം 2 ആഴ്ച മാത്രം ബാക്കിയുള്ള ഉത്തര കൊറിയ നടത്തിയ പരീക്ഷണത്തെ വളരെ ഗൗരവമായി കാണുക തന്നെ വേണം. ദക്ഷിണ കൊറിയയുടെ ചേരിയിൽ അമേരിക്ക നിൽക്കുന്നു എന്ന വിദ്വേഷം മാത്രം മതി അമേരിക്കയോട് ഉത്തര കൊറിയയ്ക്ക് ഇത്ര പക തോന്നാൻ. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പസഫിക് മേഖലയിലെ ഏത് ഭീഷണിയെയും ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം തകർക്കുമെന്നാണ് വിക്ഷേപണത്തിന് മേൽനോട്ടം വഹിച്ച കിം അഭിപ്രായപ്പെട്ടത്. മിസൈലിന്റെ എഞ്ചിനിൽ കാർബൺ ഫൈബറിന്റെ പുതിയ സംയുക്തം ഉപയോഗിച്ചാണ് പുതിയ മിസൈൽ എത്തുന്നത് എന്നാണ് KCNA വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് പുതിയ ലക്ഷ്യങ്ങൾക്കായി ഉത്തര കൊറിയ വികസിപ്പിച്ചെടുത്തത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു പദ്ധതിയും ശ്രമവുമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നും അല്ലാതെ ഇതൊരു ആക്രമണാത്മക പദ്ധതിയും പ്രവർത്തനവുമല്ല എന്നാണ് കിം പറയുന്നത്. എന്നിരുന്നാലും മിസൈലിന്റെ പ്രകടനം ലോകത്തിന് അവഗണിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഏത് പ്രതിരോധ തടസ്സവും ഫലപ്രദമായി തകർക്കാനും എതിരാളികൾക്കെതിരെ സൈനിക ആക്രമണം നടത്താനും ശേഷിയുള്ളതാണ് പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് കിം പറയുന്നത്. ദക്ഷിണ കൊറിയയും ജപ്പാനുമായി സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ വിമർശിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്ന് അടുത്തിടെ അമേരിക്കൻ വിരുദ്ധ നയം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള ആണവ സംഘം എന്നാണ് കിം മൂവർ രാജ്യങ്ങളുടെ സഹകരണത്തെ വിശേഷിപ്പിച്ചതുപോലും. യൂനിന്റെ ഇംപീച്ച്മെന്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അസ്ഥിരത ഈ ത്രികക്ഷി സംഘത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ സംശയമൊട്ടുമില്ല. കാരണം യൂനിന്റെ നേതൃത്വത്തിലാണ് ഈ സഖ്യം മുന്നോട്ട് പോയിരുന്നത് പോലും. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുമ്പോഴാണ് കിമ്മിന്റെ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ഉത്തര കൊറിയയുടെ പ്രധാന എതിരാളിയായ ദക്ഷിണ കൊറിയയിൽ ആന്റണി ബ്ലിങ്കൻ സന്ദർശനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ടോക്കിയോയിലുള്ള US പ്രതിനിധി ചൊവ്വാഴ്ച ജപ്പാനുമായുള്ള ചർച്ചയിൽ പോങ്യോങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുകയും അത് പരിഹരിക്കാനുള്ള നീക്കവും നടത്തുന്നുമുണ്ട്. നവംബറിന് ശേഷമുള്ള ഉത്തര കൊറിയയുടെ ആദ്യ വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏറ്റവും നൂതനമായോ ശക്തവുമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതായത് ICBM പരീക്ഷണമാണ് ഉത്തര കൊറിയ വിജയകരമായി പൂർത്തിയാക്കിയത്. തിങ്കളാഴ്ച വിക്ഷേപിച്ച മിസൈൽ 1500 കിലോമീറ്ററാണ് പറന്നത്.
കിം തന്റെ കൗമാരക്കാരിയായ മകൾ ജു എയ്ക്കൊപ്പം ഒരു അജ്ഞാത സ്ഥലത്ത് വിക്ഷേപണം നിരീക്ഷിക്കുന്നതായിട്ടാണ് KCNA പുറത്തുവിട്ട ചിത്രങ്ങൾ കാണിക്കുന്നത്. എവിടെയാണ് ഈ പരീക്ഷണം നടത്തിയതെന്നോ ഏതാണ് ആ പ്രദേശമെന്നോ മനസ്സിലാകാത്ത വിധത്തിലാണ് ആ ചിത്രം. എന്തായാലും ഇരുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂമിയിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, ശൈത്യകാലത്തെ കൊടും തണുപ്പ് കാരണം മരങ്ങൾ വെട്ടിമാറ്റിയ മരങ്ങളുടെ ഭാഗങ്ങളും ചിത്രത്തിൽ കാണാം. തന്റെ ആദ്യ ടേമിൽ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ട്രംപ് 3 തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അമേരിക്കയുമായി ഉത്തര കൊറിയ സൈനിക സഹകരണം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ അരങ്ങേറിയ സംഭവവികാസങ്ങൾ അതിനുള്ള സാധ്യതകൾ മുഴുവൻ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈനെയും ഉത്തര കൊറിയൻ പട്ടാളം റഷ്യയെയും പിന്തുണയ്ക്കുന്നത് ഉത്തര കൊറിയൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ തങ്ങളുടെ സൈനിക ശേഷി ഉയർത്തി കാണിക്കുന്നതിനുള്ള ശക്തി പ്രകടനങ്ങൾ ഇനിയും ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഉയർന്നുവരും എന്ന കാര്യം തീർച്ചയാണ്. സൈനിക നിയമം ചുമത്താനുള്ള യൂണിന്റെ ഹ്രസ്വകാല തീരുമാനം വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ദക്ഷിണ കൊറിയയുടെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. യൂൻ സുക് യോൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ മികച്ച സഹകരണത്തിലായിരുന്നു. ത്രികക്ഷി സഖ്യത്തിലൂടെ ശക്തിപ്പെട്ട ആ ബന്ധം യൂണിന്റെ ഒറ്റ തീരുമാനത്തിലൂടെയാണ് തൃശങ്കുവിലാകുന്നത്. ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ പ്രതിസന്ധി അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനും കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് മടങ്ങിയതോടെ ദക്ഷിണ കൊറിയയുടെ വിദേശ സുരക്ഷാ നയങ്ങളുടെ അടിസ്ഥാന ശിലയായ അമേരിക്ക ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വം ഉയർന്നു കഴിഞ്ഞു. ആന്റണി ബ്ലിങ്കന്റെ ദക്ഷിണാഫ്രിക്ക സന്ദർശനം ഭരണകാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് ജനാധിപത്യ സഖ്യകക്ഷികളെ അണിനിരത്തുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള അവസാന നടപടിയുടെ ഭാഗമാണ് എന്നതാണ് വിലയിരുത്തലുകൾ. ത്രികക്ഷി സഖ്യത്തിൽ ഒന്നായ ജപ്പാനുമായുള്ള ദക്ഷിണ കൊറിയയുടെ പിരിമുറക്കം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. അമേരിക്ക തങ്ങളെക്കാൾ മുൻഗണന ജപ്പാന് നൽകുന്നു എന്നതിൽ ദക്ഷിണ കൊറിയ പലപ്പോഴും ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ത്രികക്ഷികളെ ഒരുമിച്ച് നിർത്താനാണ് അമേരിക്കയുടെ നിലവിലെ ശ്രമം. ട്രംപിന്റെ പ്രസിഡന്റ് പദവി അമേരിക്കയോടുള്ള ദക്ഷിണ കൊറിയയുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ബൈഡൻ യാഥാസ്ഥിതികനായ യൂനുമായി സൗഹൃദം സ്ഥാപിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടേമിൽ പുരോഗമനവാദിയായ മൂൺ ജെ ഇന്നുമായി സൗഹൃദം സൃഷ്ടിക്കുന്നത്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കൊപ്പം ഉത്തര കൊറിയയുടെ നീക്കങ്ങളും ദക്ഷിണ കൊറിയയുടെ നില പരുങ്ങലാക്കുമെന്നതിൽ സംശയമില്ല. എന്താണ് ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചത് എന്നുകൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. 1980-കൾക്ക് ശേഷം ദക്ഷിണ കൊറിയ പൂർണ്ണ ജനാധിപത്യ രാജ്യമാണ്. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നാൽ യൂണിന്റെ പ്രഖ്യാപനം ആ ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചു നടത്തമായിരുന്നു എന്നതാണ് വിലയിരുത്തലുകൾ വന്നത്. പ്രതിപക്ഷവും യൂണിന്റെ സ്വന്തം പാർട്ടിക്കാരും പ്രസിഡന്റിന്റെ നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തര കൊറിയ ഉയർത്തുന്ന ഭീഷണികളിൽ നിന്നും തന്റെ രാജ്യത്തിന്റെ ലിബറൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് യൂൺ പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിലും പാർലമെന്റിലും കിം ജോങ് ഉന്നിന്റെ ആളുകൾ കയറിക്കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. അങ്ങനെയാണ് പട്ടാള നിയമ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. ആ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ വിധി മാറ്റിമറിച്ചത്. പട്ടാള നിയമ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും യൂണിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം പ്രസിഡന്റും പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ബജറ്റ് തർക്കമാണെന്നും പറയപ്പെടുന്നു. അടുത്ത വർഷത്തേക്കുള്ള യൂണിന്റെ നിർദ്ദിഷ്ട 677 ട്രില്യൺ ബജറ്റിൽ നിന്ന് പ്രതിപക്ഷം ഏകദേശം 4.1 ട്രില്യൺ വോൺ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രധാന ബജറ്റുകളും പ്രതിപക്ഷം ഇടപെട്ട് വെട്ടിക്കുറയ്ക്കുന്നു എന്നായിരുന്നു യൂണിന്റെ ആരോപണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ജനങ്ങളുടെ റാലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. കോടതിയുടെ വാറന്റില്ലാതെ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്ന അവസ്ഥ വന്നു. ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരി അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ എന്ത് സംഭവിക്കും? പ്രതിഷേധം ആളിക്കത്തും എന്നത് ഉറപ്പല്ലേ? അത്തരത്തിലൊരു സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് ഏഷ്യയിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായ ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഒടുവിൽ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ആ പ്രഖ്യാപനം പിൻവലിച്ച് തടി ഊരേണ്ട അവസ്ഥയാണ് യൂണിന് വന്നു ചേർന്നത്. ദക്ഷിണ കൊറിയയിൽ ഒരു രാത്രിയിലാണ് പ്രസിഡന്റ് സുക് യോലിന്റെ ആ പ്രഖ്യാപനം ഉണ്ടായത്. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷം സ്വതന്ത്ര ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രഖ്യാപനം. 4 പതിറ്റാണ്ടിലധികം കാലത്തിനു ശേഷം ദക്ഷിണ കൊറിയയിൽ ഏർപ്പെടുത്തുന്ന ആദ്യ പട്ടാള നിയമം കൂടിയായിരുന്നു ഇത്. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും കവരുന്ന നാണംകെട്ട ഉത്തര കൊറിയൻ അനുകൂല ദേശീയവിരുദ്ധ ശക്തികളെ ഉന്മൂലനം
ചെയ്യാനും സ്വതന്ത്ര ഭരണഘടനാ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു. ഇതുവഴി നാശത്തിന്റെ വക്കിലെത്തിയ ദക്ഷിണ കൊറിയയെ ഞാൻ പുനർനിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. യൂൻ സുക് യോൾ അർദ്ധരാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. ആർമി ജനറൽ പാർക്ക് അൻസുവിനെ പട്ടാള നിയമം കമാൻഡറായി നിയമിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഒടുവിൽ എത്തിച്ചേർന്നത് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ പാർലമെന്റ് വോട്ട് ചെയ്ത് ഇംപീച്ച് ചെയ്തു എന്ന ഘട്ടത്തിലാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക് സൂയെ ഇംപീച്ച് ചെയ്യാനും വോട്ട് ചെയ്തു എന്ന വാർത്തയും പുറത്തുവന്നു. കലങ്ങി മറിയുന്ന ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര പരീക്ഷണങ്ങളെയും അതിന്റെ മിസൈൽ പരീക്ഷണങ്ങളെയും ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.